ഡീ ദാ വരും. പിന്നെ പഴയ കാര്യങ്ങൾ മനസ്സിൽ വെച്ച് നീ സംസാരിക്കണമെന്നുള്ളത് നമ്മളിപ്പോൾ അവൻ്റെ ഗസ്റ്റാണ്. നമ്മുടെ കല്യാണത്തിന് പോലും വരാതിരുന്നപ്പോൾ ഞാൻ കരുതി അവന് നല്ല ദേഷ്യം കാണുമെന്ന്. അവൻ പത്തരമാര് സ്വർണ്ണമല്ലേ, അല്ലെങ്കിലും ആർക്കായാലും ദേഷ്യം കാണും. ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ 4-5 കൊല്ലം പ്രേമിച്ചതല്ലേ, എന്നിട്ട് തേക്കുകയും ചെയ്യും. അതുകൂടാതെ അവൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിനെ എന്നെ കല്യാണം കഴിക്കുകയും ചെയ്തു. അവന് ദേഷ്യപ്പെടാനുള്ള ഫ്രീഡം ഉണ്ട്. ഓ, അപ്പം നിന്നെ കെട്ടിയതാണോ തെറ്റ്? പുറകെ നടന്ന് എൻ്റെ മനസ്സ് മാറ്റിയിട്ട് നീയായിട്ട് ഇനി അവനെ പോയി ഒന്ന് ഓർമ്മിപ്പിക്കണ്ട. അവയെല്ലാം മറന്നിട്ടാണ് നമ്മളെ വിളിച്ചത്. നീ വണ്ടി കയറി. ഇരുന്നാ ഇതാണെന്ന് തോന്നണ്ട. ഇറങ്ങിക്കോ. വാ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? സാമ്പത്തികമൊക്കെ എങ്ങനെ പോകണം? പാലയാച്ചിന് വിളിച്ചതാ ഞാൻ. ഇത്രയും ദിവസം രണ്ടാൾക്ക് സമയം കിട്ടില്ല അല്ലേ? ഇന്ന് പറഞ്ഞില്ലേ ബാംഗ്ലൂർ അർജന്റായിട്ട് പോകണമായിരുന്നു, അതുകൊണ്ടാണ്. അതൊന്നും സാരല്ലടാ. എന്നെ പോലെ നിങ്ങളെ രണ്ടുപേരെയും മനസ്സിലാക്കിയിട്ടുള്ള ആരുണ്ട്? കല്യാണത്തിന് വരാത്തത് ആക്ച്വലി മനഃപൂർവ്വമല്ല. ഞാൻ ഈ നാട്ടിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടിയിട്ട് വെസ്റ്റ് ബംഗാൾ ഡെപ്യൂട്ടേഷൻ ചോദിച്ചു വാങ്ങിച്ചതാ, മൈൻഡ് ഒന്ന് റീഫ്രഷ് ആവാൻ വേണ്ടിയിട്ട്. മനഃപൂർവ്വമല്ല. പോടാ, എനിക്ക് മനസ്സിലാവും നിങ്ങളെ. എവിടെയായിരുന്നാലും നിങ്ങൾ ഹാപ്പി ആയിരിക്കുക, അത്രേ ഉള്ളൂ. ഞാനേ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. കണ്ടോടി, തനി തങ്കുമല്ലേ അവൻ. നീ അവനെ തേച്ചതോ? ഞാൻ അവൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായിരുന്നിട്ട് പോലും നിന്നെ കെട്ടിയതിനെ പറ്റി അവൻ എന്തെങ്കിലും സംസാരിച്ചു? ഇല്ല. അതാണ് ക്യാരക്ടർ. ഫൈനൽ ഇയറിന് ബെസ്റ്റ് ആക്ടറിന് കിട്ടിയതാണ്. എനിക്ക് ഓർമ്മയുണ്ട്, നമ്മൾ ഇതുമായിട്ട് ബീച്ചിൽ പോയിരുന്നു. ഇന്ന് ഒരുപാട് നേരം സംസാരിച്ചിരുന്നു. ശരൺ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ? ചോദിക്കും. എന്നോട് ദേഷ്യം തോന്നിയിട്ടില്ല നിനക്ക്? എന്തിന്? നിനക്ക് ഇഷ്ടപ്പെട്ടൊരു ജീവിതം തിരഞ്ഞെടുത്തു. ഒരുപക്ഷെ നമ്മൾ ഒരുമിച്ചിരുന്നെങ്കിലും അതൊരു അഡ്ജസ്റ്റ്മെന്റ് ആയേനെ. നീ ഞങ്ങളെ ശപിച്ചിട്ടില്ലേ? നിനക്ക് ഇനിയും എന്നെ മനസ്സിലായിട്ടില്ല. ലീവ് എടുത്താലും ഒരു സമാധാനം തരത്തില്ല. ആക്ച്വലി ഇങ്ങനൊരു മൊമെന്റ് ഞാൻ എക്സ്പെക്ട് ചെയ്തിരുന്നു. ഒരിക്കലും മറക്കാതിരിക്കട്ടെ. ജീവിതത്തിൽ ഒരിക്കലും നീ അവളെ ഒറ്റയ്ക്കാക്കി കളയരുത് കേട്ടോ. ഇല്ലളിയ, ഒരിക്കലും ഇല്ല. എടാ, ഞങ്ങൾ തന്നെ ഇറങ്ങട്ടെ. ഇപ്പൊ തന്നെ ഒരുപാട് ലേറ്റായി. പോകുന്ന വഴിക്ക് ഒരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. വല്ലപ്പോഴും ഇങ്ങോട്ടൊക്കെ ഇറങ്ങും. ഇങ്ങനത്തെ കുറച്ച് അൺഫർഗറ്റബിൾ മൊമെന്റ്സ് ഒക്കെ ഉണ്ടാവട്ടെ. ഉറപ്പായിട്ടുള്ളൂ. നിങ്ങൾ പോകുമ്പോഴേ ആ ഇടത്തോട്ടുള്ള വഴി നോക്കി പോകാട്ടോ. അവിടെ കുറച്ച് മരങ്ങളൊക്കെ ഉണ്ട്. കുറച്ച് പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് പോകാമല്ലോ. അതെ, അതാണ് ആവശ്യം. ശരി ശരി കളിയാ. ശരി. ഇതൊരു മനുഷ്യനാണല്ലേ. നിനക്ക് മുമ്പേ ഈ ബൈക്കിൽ ഏറ്റവും കൂടുതൽ കയറിയിട്ടുള്ളത് അവനാ. മൈ ബെസ്റ്റ് ഫ്രണ്ട്. പോ. എന്തുപറ്റി? വണ്ടിക്ക് എന്തോ മിസ്സിങ് പോലെ. ഈ വയറ് കുഴപ്പമില്ല, ഇതിനും കുഴപ്പമില്ല, ഈ വയറും കുഴപ്പമില്ല, ഈ വയറ്. അവിനാശ്, യെസ്, അങ്ങോട്ട് കൊച്ചു ബാത്റൂം. എനിക്കിത് പിടിച്ചേക്കാൻ പറ്റും തോന്നില്ല. ഒട്ടും പറ്റും തോന്നില്ല. അവിനാശ്, ഡു സംതിങ്. ഈ കാട്ടിൽ എന്ത് സമയം ചെയ്യാനാടി ഞാൻ? നമുക്ക് രണ്ടാൾക്കും പ്രശ്നം വരണമെങ്കിൽ ആ ജ്യൂസ് മണ്ണ്.
ഇവിടെ ഞാൻ അടുത്തൊരു വീട് പോലും ഇല്ലാടി. കുറച്ച് പ്രകൃതി ഭംഗി ആസ്വദിച്ച് പോകാമല്ലോ. ഞാൻ ഇവിടെ നിന്ന് ശരിയാവില്ലടി. സോറി. അയ്യോ കാർത്തിക, നിനക്ക് ഇനി എന്നെ മനസ്സിലായിട്ടില്ല. ഹലോ സൗമ്യ, മോളത് ചേട്ടനാ? ആ ആ നീ ഇറങ്ങിപ്പോയത് നിന്റെ ഇഷ്ടപ്പെട്ട ഒരാളുടെ അല്ലേ? നീ അവനെ വിളിച്ചോണ്ട് വാ, നമുക്കിരുന്ന് സംസാരിക്കാം. ഞാൻ മനസ്സിലാക്കില്ലെങ്കിൽ പിന്നെ ആര് മനസ്സിലാക്കാനാ മോളെ? ശരി എന്നാ.